കഴിഞ്ഞ സെഷനിൽ നമ്മൾ പേഴ്സണാലിറ്റിയുടെ ഡൈനമിക്സ് കണ്ടു. ഡൈനമിക്സ് എന്ന് പറയുമ്പോൾ പേഴ്സണാലിറ്റിയുടെ എന്താണ്, പേഴ്സണാലിറ്റിയുടെ ഒരു തലങ്ങളാണ് അല്ലേ. ഇനി നമുക്ക് കാണാനുള്ളത് പേഴ്സണാലിറ്റിയുടെ സ്ട്രക്ചറാണ്. സ്ട്രക്ചർ എന്ന് പറയുന്നത് പേഴ്സണാലിറ്റിയുടെ ഘടന എന്ന് പറയാം നമുക്ക്. അപ്പോൾ പേഴ്സണാലിറ്റിയുടെ ഘടന എന്ന് പറയുന്നതിൽ 3 ഫാക്ടേഴ്സ് ആണുള്ളത്. അതായത് നമ്മുടെ മനസ്സിൽ മൂന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. നേരത്തെ നമ്മൾ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്, പക്ഷെ അതെന്തായിരുന്നു, ഡൈനമിക്സ് ആയിരുന്നു അല്ലേ. ആദ്യം എന്തുണ്ട്, നമുക്കൊരു കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, പിന്നെ നമുക്കൊരു സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, അതിനും താഴെ നമുക്ക് എന്തുണ്ട്, ഒരു അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ ഈ ഒരു മൈൻഡിന്റെ സ്ട്രക്ചറിൻ്റെ അതായത് ഡൈനമിക്സിൻ്റെ അകത്ത് ഈ മൈൻഡിന്റെ സ്ട്രക്ചർ എന്താണെന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. അപ്പൊ ഈ സ്ട്രക്ചർ തിയറിയിൽ ആദ്യം വരുന്ന ഒരു പാർട്ടാണ് ഇഡ്. എന്ന് പറയുന്നത് എന്താ? ഇഡ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പം ഇഡിനെ ഒരു എന്താ പറയാ, വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരാളുമായിട്ട് നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. അപ്പൊ സെൽഫിഷ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഇഡ് എന്ന് പറയുന്നത് വളരെ പ്രിമിറ്റീവ് ആണ്, അതുള്ളത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലാണ്. അപ്പം ഇഡ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് വളരെ എന്താ പറയാ, ഒരു കാര്യം പ്ലഷർ ഓറിയന്റഡ് എന്ന് പറയാം. പ്ലഷർ ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ വേണം എന്ന് വിചാരിച്ചാൽ എനിക്ക് വേണം, അതിൽ നമ്മൾ വേറൊന്നും ആലോചിക്കുന്നില്ല. ഇപ്പൊ ഉണ്ടായ കുട്ടികളാണെങ്കിൽ കണ്ടിട്ടില്ലേ, അവർക്ക് വിശക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർ കരഞ്ഞുകൊണ്ടേയിരിക്കും. വിശപ്പ് മാറുന്നത് വരെ കരയും. അല്ലെങ്കിൽ ഉറക്കം വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, കരഞ്ഞുകൊണ്ടേയിരിക്കും. ബാക്കി ചുറ്റുമുള്ളവർക്ക് എന്ത് സംഭവിക്കുന്നു, അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവർ ഉറങ്ങുന്നുണ്ടോ, അങ്ങനെ ഒന്നും നോക്കാൻ ആർക്ക് സമയമില്ല. ഈ ഇഡെന്ന പാർട്ടിന് സമയമില്ല. അപ്പൊ അതെന്താണ്, കംപ്ലീറ്റ്ലി അൺകോൺഷ്യസ് ആയിട്ടുള്ളൊരു പാർട്ടാണ് നമ്മുടെ ഉള്ളില്. പക്ഷെ ആ പാർട്ടിൽ എന്തൊക്കെയുണ്ട്, നമ്മുടെ ഡിസയേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം അത് നമ്മൾ ആ ഒരു ഇഡ് മാത്രമാണ് ഇപ്പൊ നമ്മുടെ ഉള്ളത് എന്നുണ്ടെങ്കിൽ എന്താണ്, കംപ്ലീറ്റ്ലി നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം നമ്മൾ ചെയ്യും. അത് ശരിയോ തെറ്റോ, ചെയ്യാൻ പാടുള്ളതാണോ പാടില്ലാത്തതാണോ, ഇങ്ങനെ ചെയ്യാമോ എന്നൊന്നും ആലോചിക്കാതെ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം എന്ത് ചെയ്യും, ഇഡ് മാത്രമേ ഉള്ളെങ്കിൽ നമ്മൾ ചെയ്യും. ഓക്കെ, അതാണ് ഇഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇഡ് എന്ന് പറഞ്ഞാൽ എന്താന്നാ പറഞ്ഞത്, പ്രിമിറ്റീവ് ആണ്, പിന്നെ അത് അൺകോൺഷ്യസ് മൈൻഡിലുള്ളതാണ്, പിന്നെ അതിനെ ഡ്രൈവ് ചെയ്യുന്നത് എന്താണ്, പ്ലഷർ പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, ഇത് നമ്മുടെ ബർത്ത് തുടങ്ങി തന്നെ നമ്മുടെ ഉള്ളിലുള്ളതാണ് എന്ത്, ഇഡ് എന്ന് പറയുന്ന ആ ഒരു പാർട്ട്. ഓക്കെ, സ്ട്രക്ചർ. പിന്നെ നമുക്ക് ഇതിനെ കുറിച്ച് പറയാൻ പറ്റുന്ന എന്താണ്, ഇഡിന്റെ ഉള്ളിൽ തന്നെ എന്താ പറയാ, ഇൻസ്റ്റിങ്സ് ഉണ്ട്. ഓക്കെ, 2 ഇൻസ്റ്റിങ്സ് ഉണ്ട്. നമ്മൾ അതിനെ പറയുന്നത് ലൈഫ് ഇൻസ്റ്റിങ്സും ഡെത്ത് ഇൻസ്റ്റിങ്സും ആണ്. അപ്പം ഇഡിലെ ലൈഫ് ഇൻസ്റ്റിങ്സ് എന്ന് പറയുന്നതിന് വേറൊരു പേരാണ് എന്താ പറയാ, ലൈഫ് ഇൻസ്റ്റിങ്സിന് വേറൊരു പേരാണ് ഈറോസ് അല്ലെങ്കിൽ ലിബിഡോ എന്ന് പറയും. ഓക്കെ, ഈ ലൈഫ് ഇൻസ്റ്റിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ജീവിക്കാൻ വേണ്ടി ബേസിക്കലി നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഫുഡ് വേണം അല്ലേ, അല്ല ഹങ്കർ ഉണ്ട്, തേഴ്സ്റ്റ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്താ പറയാ, ഗോയിങ് ടു ബാത്റൂം ഉണ്ട്, പിന്നെന്താണ്, സെക്സ് ഉണ്ട്. അതായത് സെക്സ് എന്ന് പറയുമ്പം നമ്മുടെ ഒരു എന്താ പറയാ, തലമുറയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് എന്ത്, സെക്സ് എന്ന് പറയുന്നത്. അപ്പം അത് ഈ ഒരു 4 ഇൻസ്റ്റിങ്സ് നമ്മൾക്ക് എന്ത് പറയാം, ലൈഫ് ഇൻസ്റ്റിങ്സ് എന്ന് പറയാം. അത് നമ്മുടെ തിയറി അനുസരിച്ച് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത് ഈറോസ് അല്ലെങ്കിൽ ലിബിഡോ എന്നാണ്. ഇതും നമ്മുടെ ഇഡിന്റെ ഉള്ളിലുണ്ട്. അതേപോലെ തന്നെ ഉള്ളതാണ് എന്ത്, ഡെത്ത് ഇൻസ്റ്റിങ്സ്. ഡെത്ത് ഇൻസ്റ്റിങ്സിന് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നതാണ് താൻതോസ്. ഓക്കെ, താൻതോസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു പിശാച് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ചിലപ്പം. അതായത് ഒരു മനുഷ്യന്റെ ഉള്ളില് നല്ലൊരു മനുഷ്യന്റെ പാർട്ടും ഉണ്ട്, ഒരു മോശം മനുഷ്യന്റെ പാർട്ടും, എല്ലാ മനുഷ്യരിലും ഉണ്ടെന്ന് നമ്മൾ പറയും. അപ്പം ആ മോശം പാർട്ട്, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ട്രക്റ്റീവ് ആയിട്ടോ വേറെ ആരെക്കുറിച്ചും ആലോചിക്കാതെ എന്താ പറയാ, നമ്മളെ തന്നെയോ മറ്റുള്ളവരെയോ ഡിസ്ട്രോയ് ചെയ്യാനുള്ളതോ അങ്ങനെയുള്ള ഒരു പാർട്ട്, അതിനെയാണ് ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ പേരാണ് എന്ത്, താന്തോസ്. ഓക്കെ, സോ ഇതെല്ലാം എന്തിൻ്റെ ഉള്ളിലാണ് ഉള്ളത്, ഇഡിന്റെ ഉള്ളിലാണ് ഉള്ളത്. ഇനി അടുത്തതാണ് നമ്മൾ നോക്കേണ്ടത് ഈഗോ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഉള്ള ഈഗോ അല്ല കേട്ടോ. ഈ ഈഗോ എന്ന് പറയുന്നത് ഒരു എന്താ പറയാ, റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. ഈഗോ പറയുന്നതിന് മുമ്പ് നമുക്ക് സൂപ്പർ ഈഗോ എന്താണെന്ന് നോക്കാം. ഇഡ് നമ്മൾ പറഞ്ഞു, സൂപ്പർ ഈഗോ എന്താണ്, നെക്സ്റ്റ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് ഒരു വലിയ പോർഷൻ ആണ്. അത് എന്തിലാണ് കിടക്കുന്നത്, 3 മൈൻഡ് സെറ്റിലും കിടക്കുന്നുണ്ട്. അതായത് കോൺഷ്യസ്നെസ്സിലും കിടക്കുന്നുണ്ട്,
പ്രീ കോൺഷ്യസ്നെസ്സിലും കിടക്കുന്നുണ്ട്, അൺകോൺഷ്യസ്നെസ്സിലും ഉള്ളതാണ് എന്ത് ഈ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അപ്പൊ സൂപ്പർ ഈഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു മോറൽ പ്രിൻസിപ്പിൾസ്, നമ്മുടെ ഉള്ളിലുള്ള ഒരു മോറൽ പ്രിൻസിപ്പിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. സൂപ്പർ ഈഗോ നമുക്ക് പയ്യെ പയ്യെ നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അതായത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മുടെ ഫാമിലിയിലുള്ള സാഹചര്യങ്ങളും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളും ഇതിലെല്ലാം നിന്നും നമ്മൾ കളക്ട് ചെയ്യുന്ന എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാ, എന്തൊക്കെ ശരിയാണ്, എന്തൊക്കെ തെറ്റാണ് എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്തെടുക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഈ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അത് നമ്മുടെ മനസ്സിനുള്ളിലൊരു നമ്മൾ ജീവിക്കേണ്ട എന്ത് പ്രിൻസിപ്പിൾസിലാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് നമ്മൾ സ്വയമേ നമ്മളെ പഠിപ്പിക്കുന്ന അല്ലെ, നമ്മളത് പഠിക്കുക ചെയ്യുന്നത് അല്ലെ. നമ്മൾ കുഞ്ഞുണ്ടാവുമ്പോൾ കുഞ്ഞിനോട് എന്ത് പറയും? ഇത് ചെയ്യരുത് മോനെ, അങ്ങനെ സംസാരിക്കരുത് മോനെ, അവിടെ വരയ്ക്കരുത് മോനെ. അപ്പം അതെന്താണ്? നമ്മുടെ ഉള്ളില് നമ്മളുടെ ചെയ്യാവുന്നതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളായിട്ട് നമ്മുടെ ഉള്ളിൽ വരികയാണ്. അപ്പം ആ ഒരു പ്രിൻസിപ്പിൾസിന്റെ സൈഡാണ് ഈ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അപ്പം മൊറാലിറ്റി പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ഇത് ഡെവലപ്പ് ചെയ്യുന്നത് അറൌണ്ട് ഏജ് 5 തുടങ്ങി നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എന്താണ്? കരയരുത്, അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ കരയണ്ട, രാത്രി എണീറ്റിരിക്കരുത്, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു ഇതാണ് എന്ത് നമ്മുടെ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. സൂപ്പർ ഈഗോ 3 സെക്ഷനിലും ഉണ്ട്. അതായത് കോൺഷ്യസ് സെക്ഷനിലും ഉണ്ട്, സബ് കോൺഷ്യസിലും ഉണ്ട്, അൺകോൺഷ്യസ് സെക്ഷനിലും ഉണ്ട്. പിന്നെ സൂപ്പർ ഈഗോ ആണ് നമ്മളോട് പറയുന്നത്. അതിനെ നമുക്കൊരു ഏഞ്ചൽ ആയിട്ട് കമ്പയർ ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇഡിനെ നമ്മളൊരു ലിറ്ററലി ഒരു പിശാചിനെ പോലെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സൂപ്പർ ഈഗോനെ നമുക്കൊരു ഏഞ്ചൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഏഞ്ചൽ എന്താ ചെയ്യുന്നത്? മോറൽ പോലീസ് അല്ലെ, ഇത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാം എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ. ഓക്കെ, അപ്പം ഈ ഇഡ് അനുസരിച്ച് പോയി കഴിഞ്ഞാൽ എന്താണ്? കംപ്ലീറ്റ്ലി നമ്മളെ മാത്രം നോക്കി പോകുന്ന ഒരു ഇതാവും. എന്നാൽ സൂപ്പർ ഈഗോ ആണെങ്കിലോ, അയ്യോ ഇത് ശരിയല്ല, ഇത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്തുകൂടാ എന്നുള്ള രീതിയിൽ അങ്ങനെ പോകും. അപ്പൊ ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യാനുള്ളതാണ് എന്ത്? നമ്മുടെ ഈഗോ. ഈഗോ എന്ന് പറയുന്നത് റിയാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് എന്ത് ചെയ്യാം? നമ്മളെ ഇഡിനെയും സാറ്റിസ്ഫൈ ചെയ്യണം, സൂപ്പർ ഈഗോയെയും സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെ ആലോചിക്കുന്ന ഒരു പാർട്ടാണ് ഇത്. അതിനെ സഹായിക്കുന്ന പാർട്ടാണ് നമ്മുടെ ഈ ഈഗോ എന്ന് പറയുന്നത്. ഈഗോ മോസ്റ്റ്ലി കോൺഷ്യസ് മൈൻഡിലാണുള്ളത്. പ്രീ കോൺഷ്യസിനെയും കവർ ചെയ്യുന്നുണ്ട്, അൺകോൺഷ്യസിനെയും സ്ലൈറ്റ്ലി കവർ ചെയ്യുന്നുണ്ട് ഈഗോ. അപ്പം ഈഗോ എന്ന് പറയുമ്പോൾ ഇറ്റ് ഡെവലപ്സ് അറൌണ്ട് ഇൻ ദ ഏജ് ഓഫ് 2 ആൻഡ് ഫോക്കസസ് ഓൺ റിയാലിറ്റി പ്രിൻസിപ്പിൾ. പിന്നെ എന്താണ്? ദിസ് ഇസ് എ ബാലൻസിങ് ഫോഴ്സ്. അപ്പൊ നമുക്കൊരു കാര്യം വേണമെന്നുണ്ട്, നമ്മുടെ ആഗ്രഹം അനുസരിച്ച് ആ കാര്യം വേണമെന്നുണ്ട്, പക്ഷെ എന്നാൽ നമ്മുടെ മോറൽ പ്രിൻസിപ്പിൾസിന് അഗൻസ്റ്റ് പോകാനും പാടില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതിലൊരു ബാലൻസ് കൊണ്ടുവരുന്നതാണ് എന്ത്? ഈ ഈഗോ എന്ന് പറയുന്നത്. അപ്പൊ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന്റെ ഉള്ളില് ഇപ്പം ഈ ഒരു ബാലൻസ് എങ്ങനെ കൊണ്ടുവരുന്നോ അതനുസരിച്ചായിരിക്കും എന്ത്? ആ ഒരു ഇൻഡിവിജ്വലിന്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആവുന്നത്. ഇപ്പം ഇഡിനാണ് ഭയങ്കര പ്രോമിനന്റ് ആയിട്ട് മീൻസ് ഇതിലൊരു ബാലൻസ് വരുന്നില്ല. ചില സമയത്ത് ഇഡ് വളരെ പ്രോമിനന്റ് ആവുന്നു, ചില സമയത്ത് സൂപ്പർ ഈഗോ വളരെ പ്രോമിനന്റ് ആകുന്നു. അപ്പൊ അങ്ങനെ ഒരു ആളുടെ ഉള്ളിൽ പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കും? ചില സമയത്ത് ഭയങ്കര റിയാക്റ്റീവ് പേഴ്സണാലിറ്റി ആയിരിക്കും, എന്നാൽ ചില സമയത്ത് ഭയങ്കര ഡിപ്രഷനിലായിരിക്കും അല്ലെ, അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും. എന്നാൽ ഇഡിനെയും സൂപ്പർ ഈഗോയെയും മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിലൊരു ബാലൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റി എന്തായിരിക്കും? സ്വീറ്റ് ആയിരിക്കും. ബിക്കോസ് അയാളുടെ ഒരു സെൽഫിഷ്നെസ് അല്ലെങ്കിൽ അയാൾക്ക് ആവശ്യമായ അയാളുടെ ഡിസയേഴ്സ് അയാൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുമുണ്ട്, എന്നാൽ മോറൽ പ്രിൻസിപ്പിൾസിനെ മാനിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? നമ്മൾ പുറമേ നോക്കുമ്പോൾ അയാളുടെ പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കും? നല്ലൊരു പേഴ്സണാലിറ്റി ആയിട്ട് നമുക്ക് തോന്നാം. സോ ഇതാണ് എന്ത്? പേഴ്സണാലിറ്റിയുടെ സ്ട്രക്ചർ ആയിട്ട് പറയുന്നത്.